നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മിക്കവരും എന്നോട് ചോദിച്ചിട്ടുള്ള, അതുപോലെ തന്നെ ഇന്ന് ലോകമെമ്പാടും ആളുകൾ ചർച്ച ചെയ്യുന്നൊരു വിഷയമായിട്ടുള്ള മാനിഫെസ്റ്റേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി, അല്ലെങ്കിൽ വീട്, അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം, ഇതൊക്കെ വെറും ചിന്തകൾ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുമോ? പലർക്കും ഇതൊരു മാജിക് പോലെ തോന്നും. എന്നാൽ ഇതിനു പിന്നിൽ കൃത്യമായ ചില രീതികളുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ എന്താണ് മാനിഫെസ്റ്റേഷൻ എന്നും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ചെറിയ അനുഭവവും ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. ഇന്ന് പരാതി പറഞ്ഞും ഇരുന്നാൽ കൂടുതൽ സങ്കടപ്പെടാനുള്ള സാഹചര്യങ്ങളാവും നമുക്ക് മുന്നിൽ വരിക. നേരെ മറിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും ആഗ്രഹിക്കുന്ന കാര്യത്തിൽ വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പ്രപഞ്ചം അത് നമുക്കായിട്ട് ഒരുക്കിത്തരും. ഉദാഹരണത്തിന്, നമ്മളൊരു പുതിയൊരു കാറ് വാങ്ങണമെന്ന് വിചാരിച്ചാൽ റോഡിൽ ആ കാർ തന്നെ കൂടുതൽ കാണുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു പവർ. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെ മാനിഫെസ്റ്റേഷൻ ചെയ്യാമെന്നാണ്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാം. സ്റ്റെപ്പ് 1, ക്ലാരിറ്റി. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയണം. എനിക്ക് കുറേ പണം വേണമെന്ന് പറയുന്നതിന് പകരം എനിക്ക് ഇത്ര തുക വേണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ജോലി വേണമെന്ന് വ്യക്തമായി തീരുമാനിക്കുക. സ്റ്റെപ്പ് 2, അഫർമേഷൻസ്. പോസിറ്റീവായ വാചകങ്ങൾ വർത്തമാനകാലത്തിൽ പറയുക. എനിക്കത് കിട്ടും എന്നല്ല, എനിക്കത് കിട്ടിക്കഴിഞ്ഞു എന്ന് പറയണം. ഉദാഹരണത്തിന്, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്, എൻ്റെ കരിയറിൽ ഞാൻ വളരെ സന്തോഷവാനാണ്, ഇതുപോലെ പറഞ്ഞു നോക്കുക. സ്റ്റെപ്പ് 3, വിഷ്വലൈസേഷൻ. കണ്ണടച്ചിരുന്ന് നിങ്ങളുടെ ആഗ്രഹം സഫലമായതായിട്ട് സങ്കല്പിക്കുക. ആ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം അനുഭവിച്ചു നോക്കുക. സ്റ്റെപ്പ് 4, ലെറ്റിംഗ് ഗോ. ഇതാണ് ഏറ്റവും പ്രധാനം. ആഗ്രഹം പ്രപഞ്ചത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതെപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടുമെന്ന് ആകുലപ്പെടരുത്. അത് നടക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച് സമാധാനപരമായിട്ട് ഇരിക്കുക. ഇനി എൻ്റെ ഒരു അനുഭവം പറയാം. കുറച്ചു കാലം മുമ്പ് ഞാനൊരു പ്രത്യേക കാര്യം, അതായത് ഉദാഹരണത്തിന് ഒരു പുതിയ ഫോൺ, അല്ലെങ്കിൽ ഒരു ചെറിയ യാത്ര, അങ്ങനെ ഒരു കാര്യം ഞാൻ ആഗ്രഹിച്ചിരുന്നു. അന്ന് എൻ്റെ കയ്യിൽ അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അതെൻ്റെ കയ്യിലുള്ളതായിട്ട് സങ്കല്പിച്ച് മനസ്സിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. നിങ്ങൾ ചിലപ്പോൾ ഇത് വിശ്വസിക്കില്ല, അപ്രതീക്ഷിതമായ ഒരു വഴിയിലൂടെ ആ കാര്യം എന്നിലേക്ക് എത്തിച്ചേർന്നു. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വഴി താനെ തുറന്നു വരും. മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പലരും പറയാറുണ്ട്, ഞാൻ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടും നടക്കുന്നില്ല എന്ന്. അതിന് പ്രധാന കാരണം നെഗറ്റീവ് ചിന്തകളാണ്. നമ്മൾ 10 മിനിറ്റ് പോസിറ്റീവായിട്ടിരിക്കുകയും ബാക്കി സമയം മുഴുവൻ പരാതി പറയുകയും ചെയ്താൽ അത് ഫലിക്കില്ല. അതുകൊണ്ട് എപ്പോഴും നന്ദിയുള്ളവരായിട്ടിരിക്കുക. ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ കൂടുതൽ നല്ല കാര്യങ്ങൾ വരും. നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഒരു 7 ഡേ ചാലഞ്ചും കൂടെ തുടങ്ങാം. ഒരു വ്യക്തി തൻ്റെ ആഗ്രഹം സഫലമാക്കാൻ തുടർച്ചയായിട്ട് 7 ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്കതെന്തൊക്കെയാണെന്ന് നോക്കാം. ഡേ 1, കൃത്യമായ ലക്ഷ്യം വെക്കുക. എന്താണ് വേണ്ടതെന്ന് പ്രപഞ്ചത്തോട് വ്യക്തമായിട്ട് പറയുന്ന ദിവസം. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഡയറി എടുത്ത് നിങ്ങളുടെ ആഗ്രഹം കൃത്യമായി എഴുതുക. ഉദാഹരണത്തിന്, എനിക്കൊരു കാർ വേണമെന്നല്ല, എനിക്ക് ചുവന്ന നിറത്തിലുള്ള ഇന്ന മോഡൽ കാർ വേണമെന്ന് എഴുതുക. ഡേ 3യിൽ നമ്മൾ ചെയ്യേണ്ടത് വിഷ്വലൈസേഷൻ. ആഗ്രഹം സഫലമായതായിട്ട് സങ്കല്പിക്കുന്ന ഘട്ടം. കണ്ണടച്ചിരുന്ന് ആ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയായിരിക്കും, ആരുടെ കൂടെയായിരിക്കും, എന്ത് വസ്ത്രമായിരിക്കും ധരിക്കുക എന്നൊക്കെ ആഴത്തിൽ ചിന്തിക്കുക. ആ സന്തോഷം അനുഭവിക്കുക. ഡേ 4ൽ അഫർമേഷൻസ്. പോസിറ്റീവ് വാക്കുകൾ കൊണ്ട് മനസ്സിനെ ഉറപ്പിക്കുക. അതിനായിട്ട് ചെയ്യേണ്ടത്, ഞാൻ ഭാഗ്യവാനാണ്, എൻ്റെ ആഗ്രഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ വരികൾ 21 തവണ എഴുതുകയും ഉറക്കെ പറയുകയോ ചെയ്യുക. എഴുതുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്താൽ മതി. ഡേ 5ൽ നന്ദി പറയുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾക്ക് പ്രപഞ്ചത്തോട് നന്ദി പറയുന്ന ദിവസമാണ് ഇത്. അതിനായിട്ട് ചെയ്യേണ്ടത്, ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള 10 നല്ല കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുക. നന്ദിയുള്ള മനസ്സിലേക്ക് പുതിയ കാര്യങ്ങൾ കടന്നു വരുള്ളൂ.
ഡേ 6 നമ്മൾ ചെയ്യേണ്ടത് സ്ക്രിപ്റ്റിംഗ് ആണ്. നിങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ചൊരു കഥ പോലെ എഴുതുക. അതിനായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ആഗ്രഹം നടന്നു കഴിഞ്ഞു എന്ന് സങ്കല്പിച്ച് അത് നടന്ന ദിവസം എങ്ങനെയുള്ളതായിരുന്നു എന്ന് ഒരു ഡയറിയിൽ വിവരിച്ച് എഴുതുക. ഡേ 7 നമ്മൾ ചെയ്യേണ്ടത് വിട്ടുകൊടുക്കുക. ആഗ്രഹം പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുന്ന ദിവസമാണ് ഇത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആഗ്രഹത്തെക്കുറിച്ച് അമിതമായി ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നത് നിർത്തുക. അത് നടക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുക. ഈ 7 ചലഞ്ച് ചെയ്യുന്നുള്ളവർ ഐ ആം റെഡി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാനിഫെസ്റ്റേഷനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ചെറിയ മാനിഫെസ്റ്റേഷൻ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മറ്റുള്ളവർക്ക് അതൊരു വലിയൊരു ഇൻസ്പിറേഷനായിട്ട് മാറും. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ പോസിറ്റീവായിട്ടിരിക്കുക. നന്ദി.